നമസ്കാരം. പെറ്റമ്മയാണ് സത്യം. ഇനി പിണറായി വിജയനും മകൾക്കും എന്തെന്ന് പറഞ്ഞാലും കൂടെ നിൽക്കാൻ ഞങ്ങളില്ല. സിന്ദാബാദ് വിളിക്കാനും ഞങ്ങളില്ല. ഞങ്ങളില്ലേയില്ല. ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നീണ്ട ദിവസങ്ങൾക്കു ശേഷം ജാമ്യത്തിലിറങ്ങിയ പിണറായിയുടെ വാലാട്ടികൾക്ക് ഒരൽപ്പം സ്വയബോധം വന്നു കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇക്കണ്ട ദിവസങ്ങളിൽ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ സതീശൻ ചോറ് തിന്നോ കറി കഴിച്ചോ എന്ന് നോക്കി നടക്കുന്ന പിണറായി വിജയന് വേണ്ടി ഭക്ഷണവും കഴിച്ച് അകത്ത് കിടന്ന അണികളുടെ ഗതികേട് ചില്ലറയൊന്നുമല്ല. ഇങ്ങനെയൊരു ഗതികേട് ഇനി ആർക്കും വരാനുമില്ല. പിണറായി വിജയന്റെ മകൾ വീണ വിജയന് വേണ്ടി പ്രതിരോധം തീർത്തതാണ് അണികൾ എന്ന് പറയുന്ന ഈ ബുദ്ധശൂന്യർ. എന്നിട്ട് എല്ലാത്തിനും കണക്കിന് കിട്ടി. വീണ ഇപ്പോഴും സുഖലോലുപയായി വീട്ടിൽ വിശ്രമിക്കുന്നു. പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ സജീവമായി ആവശ്യ സമയത്ത് വിശ്രമമൊക്കെ ആയിട്ട് സുഖമായി ജീവിക്കുന്നു. പിണറായിക്ക് വേണ്ടി രക്തം കൊടുക്കാനും തയ്യാറാണെന്ന് നിലവിളിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ചെന്ന പ്രതികൾ ഒരു മാസത്തോളമായി അകത്ത് കിടന്ന് ഉണ്ടെന്നിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പ്രവർത്തകർക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടിയത്. ഒന്നും രണ്ടുമല്ല, 67 ദിവസത്തിനു ശേഷമാണ് 7 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവായത്. കർശനമായ വ്യവസ്ഥകളോടെയാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സംഭവം നടന്ന പ്രദേശത്തോ അതിന്റെ സബ് ഡിവിഷൻ പരിധിയിലോ പോലും പ്രവേശിക്കരുതെന്ന കർശന വിലക്ക് കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം നടന്ന പ്രദേശത്തിന്റെ അതിർത്തികളിൽ പോലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞത് എന്താണെങ്കിലും നന്നായി. പിണറായിയുടെയും മകളുടെയും മുഖത്ത് നോക്കി 4 ചോദിക്കാൻ പോലും ഇനി കഴിയില്ല എന്ന കാര്യം അതോടെ ഉറപ്പായി. അല്ല, ആർക്കു വേണ്ടിയായിരുന്നു ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ നടത്തിയത്? പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയോ? പിണറായി വിജയനും മകളും നിങ്ങളുടെ ആരായിരുന്നു? നിങ്ങൾ അകത്ത് കിടന്നതുകൊണ്ട് പിണറായിയും മകളും പട്ടിണി കിടന്നോ, കരഞ്ഞോ? അതോ നിങ്ങൾക്ക് വേണ്ടി പൊതുമധ്യത്തിൽ നിന്ന് വാദിക്കുകയോ അല്ലെങ്കിൽ സമരം ഇരിക്കുകയോ ചെയ്തോ? ഇതൊന്നുമില്ല. വീണയ്ക്കും പിണറായിക്കും നിങ്ങളുടെ പേര് പോലും ഓർമ്മയുണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആർക്കോ വേണ്ടി ജീവിതം പാഴാക്കുന്ന അണികളെ കാണാൻ കമ്മികളെ നോക്കിയാൽ മതി എന്നതാണ് വാസ്തവം. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് പൂർത്തിയായതായും പ്രതികളിൽ നിന്ന് ആയുധങ്ങളടക്കം കണ്ടെടുത്ത് കഴിഞ്ഞതായും കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ഇനിയും ഇവർ കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് 7 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത്. കൂടാതെ ഇഡി ഉദ്യോഗസ്ഥർക്കുണ്ടായ പരിക്കുകൾ കോടതി പരിശോധിക്കുകയും ഒരു ഡ്രൈവർക്കുണ്ടായ നിസ്സാര പരിക്കല്ലാതെ മറ്റ് സാരമായ പരിക്കുകൾ ഇല്ല എന്ന് വിലയിരുത്തുകയും ചെയ്തു. മനസ്സിലായല്ലോ അല്ലേ? അതായത് ഈ ജാമ്യം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന്. ജാമ്യം സ്വാഭാവികമായ നടപടി മാത്രമാണ്. എന്നാൽ കേസ് വർഷങ്ങളോളം നീളും. ആയുധങ്ങൾ കണ്ടെത്തിയെന്ന ഒരൊറ്റ കാരണം മതി മനഃപൂർവ്വമായ നരഹത്യാ ശ്രമത്തിന് ചോര തിളപ്പ് കൊണ്ട് ചെയ്തു കൂട്ടിയ പ്രവർത്തികൾക്കും കണക്കു പറഞ്ഞ് അകത്ത് കിടക്കാൻ. പക്ഷേ ഇതിന് പിന്നിലൊക്കെ ഒരു രാഷ്ട്രീയ നാടകവും നടന്നില്ല എന്നും പൊതുജനത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം, പെട്ടെന്ന് ഈ അണികളൊക്കെ നരഹത്യാശ്രമം വരെ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ അണികളൊക്കെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത തെറ്റുകളുടെയൊക്കെ ബലം ആഴമൊക്കെ കുറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നതെന്നും ഇതിന് പിന്നിൽ എന്തൊക്കെ രാഷ്ട്രീയ കളികളാണ് നടന്നതെന്നുമുള്ളത് പൊതുജനത്തിന് അറിയില്ല. പക്ഷേ ഒന്നും നടന്നില്ല എന്ന് വിശ്വസിക്കാൻ പൊതുജനം മണ്ടന്മാരുമല്ല. ഇനി മറ്റൊരു യാഥാർത്ഥ്യം പറഞ്ഞാൽ, ഈ കേസും കൂട്ടവും ഒക്കെ ഒന്ന് കാര്യമായി അവസാനിച്ച് വരുമ്പോഴേക്കും അണികൾ എന്ന് പറയുന്ന നിനക്കൊക്കെ ചോരത്തിളപ്പിന്റെ പ്രായം കഴിഞ്ഞ് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യവും കുടുംബജീവിതത്തിന്റെ വിലയുമൊക്കെ അറിയുന്ന നേരമാകും. ഒന്ന് പശ്ചാത്തപിക്കാൻ പോലും നേരം കിട്ടാതെ അകത്ത് പോയി കിടക്കേണ്ട സമയമാകുമ്പോഴാണ് ഇപ്പോൾ ചെയ്തത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നോർത്ത് മേൽപോട്ട് നോക്കിയിരിക്കേണ്ടി വരുന്നത്. ഈ കേസിൽ നിനക്കൊക്കെ വീണയും പിണറായിയും നിഷ്പ്രയാസം ഊരിപ്പോകുമെന്ന് നന്നായി അറിയാം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഈ കാര്യം. പണമുള്ളവനും പിടിപാടുള്ളവനും മുന്നിൽ ഒരു അന്വേഷണവും അതിൻ്റെ ശരിയായ ഫയൽ സമർപ്പിച്ച ചരിത്രമില്ല. പക്ഷേ അണികൾ എന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടിയ തോന്നിവാസത്തിന് നീയൊക്കെ ആജീവനാന്തം അനുഭവിക്കും. ഒരു കേസിൽ ജാമ്യം ലഭിക്കുന്നത് ഒരാളുടെ നിരപരാധിത്വത്തിന് കോടതി നൽകിയ സർട്ടിഫിക്കറ്റ് അല്ല. വിചാരണ കഴിയുന്നതുവരെ നിയമം അനുവദിക്കുന്ന താൽക്കാലിക സ്വാതന്ത്ര്യം മാത്രമാണത്. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്ന ആരോപണമുള്ള കേസുകളിൽ ജാമ്യം ലഭിച്ചുവെന്ന വാർത്ത രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെങ്കിലും അതോടെ കേസ് അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് നിയമപരമായ പോരാട്ടത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം അവിടെയാണ് ആരംഭിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന സർക്കാരും പ്രതികളുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് വളരെ ഗൗരവകരമായ കുറ്റകൃത്യമാണെന്നും ജാമ്യം നൽകരുതെന്നും ശക്തമായി വാദിച്ചു. പരിക്കിന്റെ സ്വഭാവമല്ല, മറിച്ച് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിലെ ഉദ്ദേശ ലക്ഷ്യമാണ് പരിശോധിക്കേണ്ടതെന്ന് ഇഡി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയെങ്കിലും ദീർഘകാലമായി പ്രതികൾ ജയിലിൽ കഴിയുന്നത് കൂടി
പരിഗണിച്ച് കോടതി ജാമ്യം നൽകുകയായിരുന്നു. പിണറായി വിജയന്റെ വസതിക്ക് പുറത്ത് റെയ്ഡ് കഴിഞ്ഞിറങ്ങുന്നതിനിടെ വാഹനങ്ങൾ തകർക്കുകയും ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. മെയ് 28 മുതൽ പ്രതികൾ ജയിലിൽ തുടരുകയായിരുന്നു. നേരത്തെ പലതവണ ഇവരുടെ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിരുന്നുവെങ്കിലും ഇപ്പോൾ അന്വേഷണം പൂർത്തിയായ സാഹചര്യം കണക്കിലെടുത്താണ് ജാമ്യം അനുവദിച്ചത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികളായ CPM പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതും അതേ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തേണ്ടത്. കോടതികൾ ജാമ്യം അനുവദിക്കുമ്പോൾ സാധാരണയായി പരിഗണിക്കുന്നത് അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്നും പ്രതികളെ തുടർന്നും ജയിലിൽ പാർപ്പിക്കേണ്ട അനിവാര്യതയുണ്ടോ എന്നും തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടോ എന്നുമാണ്. അതിനാൽ ജാമ്യം ലഭിച്ചതിനെ കേസ് ദുർബലമായെന്നോ പ്രതികൾ കുറ്റവിമുക്തരായെന്നോ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ജാമ്യം അനുവദിച്ചാലും കുറ്റപത്രം, സാക്ഷി വിസ്താരം, വിചാരണ, അന്തിമവിധി എന്നീ ഘട്ടങ്ങളെല്ലാം ഇനിയും ബാക്കിയുണ്ട്. ഈ കേസിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഗുരുതര സ്വഭാവമുള്ളവയാണെങ്കിൽ അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളും അത്ര തന്നെ ഗൗരവമുള്ളതായിരിക്കും. പൊതുപ്രവർത്തനം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തൽ, ആക്രമണം, ഗൂഢാലോചന, കൊലപാതക ശ്രമം പോലുള്ള വകുപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിചാരണയ്ക്കിടെ ഓരോ തെളിവും കോടതി വിശദമായി പരിശോധിക്കും. പ്രോസിക്യൂഷന് കുറ്റം സംശയാതീതമായി തെളിയിക്കേണ്ട ബാധ്യതയുണ്ടെങ്കിലും പ്രതികൾക്കും ദീർഘകാലം നീളുന്ന നിയമ പോരാട്ടം തന്നെ നേരിടേണ്ടി വരും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വികാരവും കോടതി മുറിയിലെ യാഥാർത്ഥ്യവും പലപ്പോഴും രണ്ടാണ്. ഒരു പാർട്ടിയുടെ കൊടിക്കീഴിൽ നൂറുകണക്കിന് പ്രവർത്തകർ ഒത്തുകൂടി മുദ്രാവാക്യം വിളിച്ചാലും കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും വ്യക്തിഗത പ്രതികളാണ്. അവിടെ പാർട്ടി പതാകയല്ല, കേസ് നമ്പറാണ് സംസാരിക്കുന്നത്. നേതാക്കളുടെ പ്രസംഗങ്ങളല്ല, സാക്ഷിമൊഴികളും രേഖകളും ഫോറൻസിക് തെളിവുകളുമാണ് നിർണായകം. അതാണ് നിയമവാഴ്ചയുടെ അടിസ്ഥാന തത്വം. രാഷ്ട്രീയ പിന്തുണയുടെ പരിധിയും ഇവിടെ വ്യക്തമാണ്. കേസിന്റെ ആദ്യഘട്ടത്തിൽ പാർട്ടി അഭിഭാഷകരെ ഏർപ്പെടുത്താനും നിയമസഹായം നൽകാനും പൊതുവേദികളിൽ പിന്തുണ പ്രകടിപ്പിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ വിചാരണ വർഷങ്ങളോളം നീണ്ടാൽ അതിന്റെ മാനസികവും സാമ്പത്തികവും സാമൂഹികവുമായ ഭാരം ഒടുവിൽ വഹിക്കേണ്ടി വരുന്നത് പ്രതികളും അവരുടെ കുടുംബങ്ങളുമാണ്. കോടതികളിലേക്കുള്ള യാത്ര, അഭിഭാഷക ഫീസ്, ജോലിയും ജീവിതവും നഷ്ടപ്പെടുന്ന അവസ്ഥ, സാമൂഹിക സമ്മർദ്ദം ഇതെല്ലാം അനുഭവിക്കുന്നത് നേതാക്കളല്ല, പ്രതികളുടെ വീടുകളാണ്. ഇവിടെയാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ചിന്തിക്കേണ്ട വലിയ ചോദ്യം ഉയരുന്നത്. ഒരു നിമിഷത്തെ വികാര പ്രകടനമോ സംഘർഷമോ വർഷങ്ങളോളം ജീവിതത്തെ പിന്തുടരുന്ന ക്രിമിനൽ കേസായി മാറിയാൽ അതിന്റെ വില നൽകുന്നത് ആരാണ്? രാഷ്ട്രീയ നേതൃത്വം മാറാം, അധികാരം മാറാം, തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറാം. പക്ഷേ കോടതിയിലെ കേസ് അതിന്റെ നിയമ നടപടി പ്രകാരം തന്നെ മുന്നോട്ട് പോകും. ജാമ്യം ലഭിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ എന്ന ചോദ്യവും സ്വാഭാവികമായി ഉയരാം. എന്നാൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്. കോടതിയുടെ ഉത്തരവിനെ രാഷ്ട്രീയ ഇടപെടലിന്റെ ഫലമെന്നോ മറുവശത്ത് പൂർണ്ണമായും രാഷ്ട്രീയ രഹിതമെന്നോ തെളിവില്ലാതെ പ്രഖ്യാപിക്കുന്നത് ഉത്തരവാദിത്തപരമല്ല. കോടതികൾ നിയമപരമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതേസമയം രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ പൊതുചർച്ചയാകുന്നതും നിയമലംഘനങ്ങൾ ശക്തമായി വാദിക്കുന്നതും സ്വാഭാവികമാണ്. അതിനെ മാത്രം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ തെളിവായി കാണാനുമാകില്ല. ഇനി പിണറായിയെ മകളെയും കൺമുന്നിൽ പോലും കാണണ്ട എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അണികളൊക്കെ. ഇത്രയും വലിയൊരു പണി പിണറായി കൊടുക്കുമെന്ന് അണികൾ എന്ന് പറഞ്ഞു കുരച്ചവർ ഒരിക്കലും കരുതിയില്ല. കണ്ടാൽ പഠിക്കാത്തവൻ കൊണ്ടാൽ പഠിക്കുമെന്നൊരു ചൊല്ലുണ്ട്. ഇനിയെങ്കിലും പഠിച്ചാൽ നല്ലത്.